ഹായ് ഓൾ. ഇതാരെങ്കിലും കാണുന്നുണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് എനിക്ക് തന്നെ അതൊന്ന് ഓർക്കണം. അതൊരിക്കലും മറന്നു പോകാത്ത വിധം എനിക്ക് തന്നെ ഒന്ന് ഓർക്കണം. എനിക്ക് തന്നെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഈ വീഡിയോ എന്താ പറയുക, ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല. എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാനതൊന്ന് ചെയ്യണമെന്ന് മാത്രം. 2025 എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പലരും ഇങ്ങനെ 2026 കയറുമ്പോൾ ആലോചിക്കും. 2026 എനിക്ക് തോന്നുന്നു 2025 ജനുവരി 25 തൊട്ട് ഞങ്ങൾക്ക് അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ജനുവരി മിഡാവാറായി. അപ്പോഴാണ് അസുഖങ്ങൾക്കൊരു കുറവ് വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു 2025 എങ്ങനെയായിരുന്നു എന്ന്. 2025 അങ്ങനെ ഭയങ്കര സന്തോഷങ്ങളും ഭയങ്കര സങ്കടങ്ങളും ഒന്നും തന്ന ഒരു വർഷമായിരുന്നില്ല. കുറേ വർഷങ്ങളായി കൂടെയുള്ള സങ്കടങ്ങൾ കൂടെ തന്നെയുണ്ട്. അതങ്ങനെ ഏറ്റക്കുറച്ചിലായിട്ട് കൂടെ തന്നെയുണ്ട്. പക്ഷേ 2025 കുറച്ച് പുതിയ കാര്യങ്ങൾ നടന്നൊരു ഇയറായിരുന്നു. ജനുവരി സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം മറിയത്തിൻ്റെ കരിക്കുലം വാക്കാണ്. മറിയം ടോഡലർ ക്ലാസ്സിലാണ്, മേപ്പിൾ ബിയറിലെ ടോഡലർ ക്ലാസ്സിൽ കരിക്കുലം വാക്ക് അവൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അവൾക്കൊരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണമായിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് പോയി. ഒരു സോങ് അവൾക്ക് പഠിക്കണമായിരുന്നു, പഠിപ്പിച്ചു. ആദ്യമായിട്ട് മറിയം എന്ന എൻ്റെ മകൾ ഒരു സ്റ്റേജ് അപ്പിയറൻസ് നടത്തുന്ന പരിപാടി ഞാൻ കാണുന്നത് ഈ 2025 സോ 2025 എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അവളൊരു സ്റ്റേജിൽ കയറി നിന്നിട്ട് കുറച്ചധികം ആൾക്കാരെ അഭിമുഖീകരിക്കുന്ന എന്നതിലുപരി അഭിമുഖീകരിക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടത് ഈ 2025 മറിയാം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എനിക്കങ്ങനെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ പ്രസവിച്ചു കഴിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് തരണു, ഭയങ്കരമായിട്ട് കരയണു, ആ ടൈപ്പ് പരിപാടിയൊന്നും എൻ്റെ ഡെലിവറി ടൈമിൽ ഉണ്ടായിട്ടില്ല. ഇവളെ പ്രസവിച്ച് ഇവളെ പുറത്തെടുത്തപ്പോൾ തന്നെ അപ്പം തന്നെ ഇവളെ വേറെ ഡോക്ടറിലോട്ട് കൈമാറുമായിരുന്നു. കാരണം ഇവൾ വാക്വം ഡെലിവറി ആയിരുന്നു. 45 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഇവൾ കരഞ്ഞത്. അപ്പോൾ വേറൊരു ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൈമാറുന്നു. ആ ഡോക്ടർ എന്തൊക്കെയോ വായിക്കട കുത്തുന്നു, ഇറക്കണോ എന്തൊക്കെയോ ചെയ്യുന്നു. ഞാനപ്പോൾ ഇങ്ങനെ പെണ്ണാണോ ആണാണോ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് പെൺകുട്ടിയാണ്, എന്നോട് പറയുന്നത് ഹസ്ബൻഡാണ്. ഡോക്ടർ വേഗം തന്നെ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണു, ഭയങ്കരமான ഒരു കൊടുക്കണു. ഒരു കുറച്ച് നേരം ഞാൻ നോക്കി നിൽക്കും, ഈ കൊച്ച് എന്താ ഈ സംഭവം, കൊച്ചാണെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. മുട്ടം വേദന, അതിൻ്റെ ഒരു വശത്ത് അവർ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ ടൈമിൽ എനിക്ക് മാതൃത്വ ഫീലൊന്നുമില്ല. ഈ കൊച്ച് ഓക്കെ ആണോ, ഇതിന് കയ്യും കാലും ഒക്കെ ഉണ്ടോ, ഓക്കെ ആണോ എന്നുള്ളൊരു രീതിയിലാണ് എൻ്റെ അന്നത്തെ ചിന്തകളൊക്കെ ആ ടൈമിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ സ്വയം ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസിൽ കരയണം കാണുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് കൊച്ചിന് ആദ്യമായിട്ട് കൈ കിട്ടുമ്പോഴും ആദ്യമായിട്ട് മുല കൊടുക്കുമ്പോഴൊക്കെ കരയണം കാണുമ്പോൾ ഞാൻ വിചാരിക്കണം, എനിക്ക് ഈ ടൈപ്പ് പ്രകടനങ്ങളുള്ളൊരു ഫീലിങ്സ് ഒന്നും ആ സമയത്ത് ഉണ്ടായില്ലല്ലോ, അപ്പോൾ ഞാനൊരു മാതാവല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ട് ആ സ്റ്റേജിൽ അപ്പിയറൻസ് കൊടുത്തപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഇവളെന്ത് ചെയ്യുമ്പോഴും എനിക്ക് ആ സമയത്ത് ഇവളെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ വയ്യ, മുട്ട വേദന. അപ്പോൾ എനിക്ക് കട്ടിലിൽ വെച്ച് ഇവൾ കരയും. അപ്പോൾ ഞാനിങ്ങനെ ഭിത്തിയെ ചാരി ഇവളെ ഞാനിങ്ങനെ നിൽക്കും. എനിക്ക് നിൽക്കാൻ രണ്ട് കാലം ഇങ്ങനെ സ്വന്തമായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ജനൽ കമ്പിയിൽ ഭിത്തിയിൽ ഞാനിങ്ങനെ ചാരി ജനലിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ നിൽക്കുക. നിലത്ത് വെച്ചാൽ ഇവൾക്ക് അറിയണം, അങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു ഇവൾക്ക്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ എൻ്റെ വെയിറ്റ് ഞാൻ ഭിത്തിക്ക് കൊടുത്തിട്ട് ഇവളുടെ വെയിറ്റ് ഞാൻ എടുക്കും. അങ്ങനെ ഒരു രീതിയിലൊക്കെ നിന്ന് ആ ഒരു ടൈമുണ്ട്. അപ്പോൾ ഞാൻ ഇവളുടെ മുഖത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, എങ്ങനെ ഇവളുടെ മുഖം ഇരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയതൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വരും. അപ്പോൾ ഇവളെന്ത് ചെയ്താലും എനിക്ക് അങ്ങനെ കരച്ചിൽ വരും. അപ്പോൾ കരിക്കുലമാക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ വന്നിങ്ങനെ നിൽക്കുന്ന ടൈമാണ്. അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഒന്ന് കരിക്കുലമാക്കിൽ നിൽക്കണമല്ല, ജസ്റ്റ് ഷെയർ ചെയ്യാം. അന്ന് ഇവക്കടെ കരിക്കുലമാക്ക് കഴിഞ്ഞിട്ട് വന്ന് കണ്ടാണ് എൻ്റെ കാലിലൊരു അലമാര വീണു. ഒടിഞ്ഞില്ല, എന്തോ ഭാഗ്യം കൊണ്ട് ഒടിഞ്ഞില്ല. തൊട്ടിപ്പുറേ ഇവക്കടെ മറിയത്തിൻ്റെ കുഞ്ഞിക്കാലും ഉണ്ടായിരുന്നു. കുഞ്ഞിക്കാലം ഒരു പോറൽ പോലിട്ടില്ല, ഫുൾ എൻ്റെ കാലോട്ട് തന്നെയാണ് വീണത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടർ കൊണ്ട് ഒരു 3 ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര വലിയൊരു
സംഭവം ഉണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം. കുഞ്ഞുനാൾ മുതലേ ഞാൻ പ്രസംഗം പറയുന്നൊരു വ്യക്തി തന്നെയാണ്. ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്, സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് കുറേ കല്യാണം കഴിച്ചു, കുഞ്ഞുണ്ടായി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ട് മറന്നു പോയിരുന്ന ഒരു കല എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് ആ ഒരു കല തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക്കിൻ്റെ ഒരു കലയൊന്നുമില്ല. പ്രസംഗം ഞാൻ പലപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മാനം കിട്ടി. അതൊരു 1 2 3 പേര് മത്സരിച്ചൊരു കാര്യമൊന്നും ആയിരുന്നില്ല. കുറേ ആളുകൾ മത്സരിച്ചിട്ട് എനിക്കതിൽ നിന്നൊരു സമ്മാനം കിട്ടി. എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എവിടെയൊക്കെയോ ഞാൻ മറന്നു വെച്ചാൽ ഇനി ഒരിക്കലും അതൊന്നും ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥ വേണ്ട, അതൊന്നും ഇനി ഒരിക്കലും ഇല്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം വീണ്ടും ചെയ്തതിൽ, എനിക്ക് സമ്മാനം കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വർഷമായിരുന്നു 2025 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണൊരു വമ്പൻ സർപ്രൈസ് നടന്നത്. മറിയത്തിൻ്റെ ആനുവൽ ഡേ സ്കൂളിൽ വന്നു. അമ്മാതിരി ആനുവൽ ഡേ, ഒരു വലിയ സ്റ്റേജ്, ഒരു വലിയ ഓഡിറ്റോറിയം. ആനുവൽ ഡേയിലൊരു 3 പാട്ടാണോ 2 പാട്ടാണോ, വല്ലാത്തൊരു ഡാൻസ്, അടിപൊളിയൊരു കോസ്റ്റ്യൂം. കാരണം നമ്മുടെ കർണാടക സ്റ്റൈലിലുള്ള സാരിയൊക്കെ കൊടുത്തിട്ടൊരു അടിപ്പൻ അതിന് പേരൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് പേരൊന്നറിയില്ല. അടിപ്പനൊരു കോസ്റ്റ്യൂം, അടിപ്പൻ ഡാൻസ്. എന്ത് ഭംഗിയായിട്ട് അവൾ കളിച്ചതെന്നറിയാമോ? എന്നാ സൂപ്പറായിരുന്നു നോക്കടെ ഡാൻസ്. സീരിയസ്ലി അപ്പോഴും എനിക്ക് ആ മാതൃത്വം കണ്ണിക്കിടെ ഇങ്ങനെ ധാരധാരിയായിട്ട് ഒഴുകി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കും ഉണ്ട് ഈ സാധനം ഉള്ളിൽ. ബട്ട് ചില മൊമെൻറ്റ്സിൽ ആളത് വരത്തുള്ളൂ എന്ന് മാത്രം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേ വന്നു. പണ്ടൊക്കെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പം എൻ്റെ ബർത്ത്ഡേക്ക് അവളും മറിയത്തിനും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം മറിയം ഭയങ്കര ഒരു കേക്ക് ലവറാണ്. കേക്ക് കട്ട് ചെയ്യണ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞ് ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഹാപ്പി ബർത്ത്ഡേ അമ്മ അല്ലേ. അപ്പം അതല്ലേ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ, അല്ലേ നമ്മൾ ജനിച്ച ദിവസം. അന്ന് നമ്മുടെ വിശേഷങ്ങൾ അറിയാവുന്നവരൊന്നും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വേറൊരു വ്യക്തി, അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പേരൻസിനും ഒക്കെ, അവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ എന്നിൽ നിന്നും ജന്മം കൊണ്ട ഒരാൾ എന്നിലുണ്ട്. എനിക്ക് ജന്മം തന്ന ആളില്ലെങ്കിലും എന്നിൽ നിന്നും ജന്മം തന്ന ഒരാൾ കൂടെയുണ്ട്. കേക്ക് മുറിക്കണു, ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് എഴുതിയിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് കട്ട് ചെയ്തു, അത്യാവശ്യം നല്ലൊരു കേക്കൊക്കെ ആയിരുന്നു. കട്ട് ചെയ്തു. അങ്ങനെ മാർച്ചൊക്കെ പോയി. പിന്നെ ഏപ്രിൽ മെയ് അതിനിടയ്ക്കാണ് എനിക്കൊരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അതൊക്കെ അങ്ങനെ പൂർണ്ണമായും പരിഹരിച്ചില്ലെങ്കിലും അങ്ങനെയൊക്കെ അങ്ങ് പോണു. അത് കഴിഞ്ഞ് ജൂൺ വന്നു. മറിയത്തിൻ്റെ നേഴ്സറി ക്ലാസ്സിൽ ചേർത്തു. ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് വീണ്ടും നാടകം എന്ന് പറഞ്ഞൊരു പരിപാടി. പണ്ടത്തെ ഒരു മെയിൻ തട്ടകമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലും മെയിൻ തട്ടകമായിരുന്നു നാടകം. അതിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അതിൻ്റെ ഒരു നമ്മുടെ പള്ളി വകയാട്ടോ, ബാംഗ്ലൂർ ഭദ്രാസനം. ഞങ്ങൾ പോണത് അഹങ്കപ്പള്ളിയിലാണ്. ആ പള്ളിയുടെ ഒരു നാടക മത്സരത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അതിലും നമുക്ക് സമ്മാനമൊക്കെ കിട്ടി. രസമുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടിപൊളി ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുന്നത്. കഴുത്ത് വേദന, കെട്ടപ്പായി പോയൊരവസ്ഥ. പിന്നെയാണ് കഴുത്തിൽ കോളർ ഇടുന്നവർ. നമ്മൾ മീശ മാധവനിലെ കൊച്ചിൻ കനീഫയാണ് കോളർ ഇട്ടതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ ഇവർ ഈ കോളർ ഇട്ട് നടക്കണം, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ അസുഖം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കോളർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണെന്ന് മനസ്സിലായത്. ഭയങ്കര ഒരു ആശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ കോളർ ഇട്ട് കഴിഞ്ഞിട്ടാണ്. പിന്നെ ആ സമ്മാനം അത് കിട്ടി. പിന്നെ നമ്മളൊരു ടാബ്ലോ മത്സരത്തിൽ പങ്കെടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും 2025 തുടങ്ങിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ 30കളിലാണല്ലോ. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. കോളേജ് കാലഘട്ടത്തിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മാറിയിട്ട് 30s നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ കുറഞ്ഞോ ചോദിക്കാൻ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒക്കെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളത്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. 2025 എനിക്ക് തന്നൊരു അനുഗ്രഹമാണ്. പിന്നെ അതിലും വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സെയിം ഏജുള്ള അല്ലെങ്കിൽ സെയിം ഏജ് ഉള്ള അല്ലെങ്കിൽ സെയിം വൈബുള്ള കുറേ ആൾക്കാരുമായിട്ട് കൂടിയിരിക്കുക, പൊട്ടിച്ചിരിക്കുക, വർത്താനം പറയുക, നിർത്താണ്ട് ടൈം നോക്കാണ്ട് വർത്താനം പറയുക, ചിരിക്കുക, നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയുക. ആ ഒരു വൈബുണ്ടല്ലോ ഭയങ്കരമായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മൾ ബന്ധുക്കളുടെ ഇടയ്ക്ക് പോയിരുന്നിട്ടുണ്ട്. പലപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയെ നമ്മൾ ആയി പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഭയങ്കര നമ്മളിങ്ങനെ സെയിം എല്ലാവരും അതുപോലെ വർത്താനം, അത് ഭയങ്കര ഒരു നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളങ്ങനെ നമുക്ക് ഫ്രണ്ട്സ് ഉള്ളപ്പോൾ നമ്മളിങ്ങനെ കലകലകളാന്ന് മിക്കപ്പോഴും വർത്താനം ഗ്യാങ്ങിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു ഞാൻ. വർത്താനത്തിന് പിടിക്കുന്ന ഗ്യാങ്ങിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു ഞാൻ. അതിൽ നിന്നൊക്കെ വിട്ട് നമുക്കങ്ങനെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര സീരിയസ് ഇഷ്യൂസൊക്കെ സംസാരിക്കുന്ന ആളുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ കലകലാലാലാലാ മീൻസ് ഒരു വർത്താനം ഉണ്ടല്ലോ, ഭയങ്കര ചിരി കലകലകല. ഇതിപ്പോൾ ആ ഗ്രൂപ്പിന് പുറത്തുള്ളവർ കേൾക്കുന്നത് കലകലകലകലകലകല പിന്നെ ഇടയ്ക്ക് പൊട്ടച്ചിരി, ആ ടൈപ്പ് വർത്താനം അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രം മനസ്സിലാവുന്നൊരു ഫീലിങ്ങാണ്. ആ ഫീലിങ് തിരിച്ചു കിട്ടിയ ഒരു വർഷം എന്ന് പറയുന്നത് 2025 ആയിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ 2026 അതെൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന്. എനിവേ ആ ഒരു ഫീലിംഗ് കിട്ടിയ വർഷം 2025 ആണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞ് വെക്കാൻ കാരണം ഞാനത് മറക്കരുത്. കാരണം പണ്ട് ഹോസ്റ്റലിൽ നിന്നപ്പോഴാണെങ്കിലും ഒക്കെ രാത്രിയിലൊക്കെ ഇങ്ങനെ അതൊക്കെ അന്ന് ഡോക്യുമെൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നുകൊണ്ട്, പ്രായം കൂടിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, മറന്നുകൊണ്ട് ഭയങ്കരമായിട്ട്. മറക്കരുത്, എനിക്കങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിവേ അത് കഴിഞ്ഞ് പിന്നെ നവംബറിൽ നമുക്കൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കൂടി പിന്നെ വേറൊരു വലിയ വിഷമം ഞാൻ ഹീൽ ചെയ്ത വർഷം കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷമം ഞാൻ ഹീൽ ചെയ്ത ഒരു വർഷം കൂടിയാണ് 2025. എങ്ങനെ ഹീൽ ചെയ്തതെന്ന് വെച്ചാൽ, എപ്പോഴും എനിക്ക് ആ വിഷമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നൈറ്റിൽ എനിക്ക് സങ്കടം വരുമായിരുന്നു. അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഓർക്കുമ്പോൾ സങ്കടം വരുമായിരുന്നു. പക്ഷേ ഒരു പ്രവൃത്തിയിലൂടെ ഞാനത് ഹീൽ ചെയ്തു. ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ അവരോട് ചോദിച്ചു, അത്രേ ഉള്ളൂ. അതുവഴി എൻ്റെ സങ്കടം മാറി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സങ്കടം മാറി എന്നുള്ളതല്ല, ഒരു വലിയ സങ്കടം ഹീലായെന്ന്. അത് മുറിവിനെ ഞാൻ ഉണക്കി. ആ മുറിവിനെ ഉണക്കേണ്ടത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാനതിനെ ഉണക്കി. അങ്ങനെ ഒരു 2025 സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷമമല്ലായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം വർഷമായ 2022 എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം വർഷങ്ങളൊന്ന് 2022 ആയിരുന്നു. ആ വർഷം സംഭവിച്ച ഒരു വർഷം സംഭവിച്ച ഒരു പരിപാടി തന്നെയാണ്. പക്ഷെ ഞാനത് ഹീൽ ചെയ്തത് 2025 എൻ്റെ പോസ്റ്റ്മോർട്ടം വിഷമങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറിയ വർഷം കൂടിയാണ് 2025. പിന്നെ ഒക്ടോബറിലൊക്കെ ഞാൻ നങ്ങേലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വർഷമാണ്. എൻ്റെ കഴുത്തിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആഗ്രഹിച്ച് കോതമംഗലം പള്ളി പെരുന്നാൾ കൂടാൻ പോയിട്ട് പറ്റാണ്ട് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലിരുന്നിങ്ങനെ തീർത്ഥയാത്രയൊക്കെ കണ്ട ഒരു വർഷം കൂടിയാണ് 2025. അവിടെ നിന്ന് പോരുമ്പോൾ ഡിസംബർ അറിയാലോ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മന്താണ്, മറിയം ഉണ്ടായ മാസമാണ്. അതൊക്കെയാണ് 2025. എന്തെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ടാവാം, പക്ഷേ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹാപ്പി ന്യൂ ഇയർ.